നമുക്കിന്ന് മുട്ട ഗ്രേവി ഉണ്ടാക്കുന്നത് എങ്ങനെ നോക്കാം കേട്ടോ. അതിൻ്റെ ഇൻഗ്രീഡിയൻസ് ആണ് ഈ കാണുന്നത്. സവാള, തക്കാളി, മല്ലിയില, മുട്ട, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്. ഓക്കെ. അപ്പോൾ കുക്കറിൽ ഒരല്പം കോക്കനട്ട് ഓയിൽ ഒഴിച്ചു. അത് നന്നായി ചൂടായതിന് ശേഷം അതിലേക്ക് ഇട്ട് കൊടുത്തു കേട്ടോ. അത് എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അതിലേക്ക് ഒരല്പം ഗരം മസാലിൻ്റെ പൊടി ഞാൻ പൊടിച്ച് വെച്ചാണ്, പട്ട ഗ്രാമ്പു ഏലം കൂടെ അതിട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ നല്ലൊരു ഫ്ലേവർ വരും, നല്ലൊരു മണം വരും കേട്ടോ. ചിക്കൻ വയ്ക്കണ പോലെ ഒരു മണം വരും. അപ്പോൾ അതിലേക്ക് ഇത്തിരി മല്ലിയില ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം ബാക്കിയുള്ള സവാളയിൽ കൂട്ടുക, അതിൽ ആഡ് ചെയ്യുക, അതിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് അത് നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം തക്കാളി ഇട്ട് കൊടുക്കുക. ഒരല്പം മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്, കാശ്മീരി ചില്ലി, സാദാ മുളക് പൊടി, പിന്നെ അതുപോലെ തന്നെ തക്കാളി ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഒരല്പം ഉപ്പിടുക, പിന്നെ RB അതായത് സോഡാപ്പൊടി ഒരു നുള്ളു വേണമെങ്കിൽ ഇട്ടാൽ പെട്ടെന്ന് ഗ്രേവി ഇതായിട്ട് വരും. അപ്പോൾ നന്നായിട്ടൊന്ന് അടച്ച് വയ്ക്കുക. അടച്ച് വെച്ചതിന് ശേഷം ഒരു പ്രഷർ വന്നതിന് ശേഷം നമുക്ക് തുറന്ന് വെക്കുക. അപ്പോൾ അത് കണ്ടോ, അടിപൊളിയില്ലേ, നന്നായിട്ട് തിക്കായിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് മുട്ട ഉടച്ച് കൊടുക്കുക. മുട്ട ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ നന്നായിട്ട് സ്പ്രെഡാവും മുട്ട. കണ്ടോ, അപ്പോൾ നല്ല കറി നല്ല തിക്കാവും. അടിപൊളി കറിയാണ്. ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. വെള്ളയപ്പത്തിനും പത്തിരിക്കും ചപ്പാത്തിക്കും എല്ലാത്തിനും നല്ലൊരു കോമ്പിനേഷൻ കറിയാണ്. നിങ്ങൾ ഉണ്ടാക്കിയിട്ട് ഒന്ന് ഫീഡ്ബാക്ക് അറിയിക്കണം കേട്ടോ. പിന്നെ മല്ലിയില ഇട്ട് കൊടുത്തിട്ടുണ്ട്. നല്ല അടിപൊളി ടേസ്റ്റായിരിക്കും, നല്ല മണം വരണം കേട്ടോ. അതായത് വതക്കണ സമയത്ത് ഫസ്റ്റ് നല്ലോണം വതക്കിയെടുത്താലേ നല്ല മണം കിട്ടുള്ളൂ. അപ്പോൾ കിഡിലെ മുട്ട റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. മുട്ട റോസ്റ്റ് അല്ല, മുട്ട ഗ്രേവി. ഓക്കെ, താങ്ക് യു. ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യണേ.